നമസ്കാരം. മിഡ് ഡേ ന്യൂസ് ആരംഭിക്കുകയാണ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ ഇനി ബാക്കിയുള്ളത് വെറും 8 ദിവസം മാത്രമാണ്. വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞുകൊണ്ടാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളെല്ലാം ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പലയിടങ്ങളിലും ഉണ്ടായ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ തുടർന്നുണ്ടായ പൊട്ടിത്തെറികളെല്ലാം ഏകദേശം ഒന്ന് അവസാനിച്ച ശേഷം LDFനൊപ്പം അല്ലെങ്കിലും ഓടിയെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ആരോപണങ്ങൾ പല രീതിയിൽ, പല ഘട്ടത്തിൽ, പല തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും അതെല്ലാം തിരിഞ്ഞുകുത്തുന്ന ഒരു സാഹചര്യം അത് UDFനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ കാര്യമാകട്ടെ, വർഗീയത പറഞ്ഞും ഹിന്ദുവിന്റെ പേര് പറഞ്ഞും മതത്തിന്റെ പേര് വോട്ട് പിടിക്കാനുള്ള ഒരു നീക്കം BJPയുടെ ഭാഗത്തുനിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 2.5 മണിക്കൂർ എന്ന് പറയുന്നത് വിശദമായ രാഷ്ട്രീയ വാർത്തകൾ എന്തൊക്കെയാണെന്ന് ചർച്ച ചെയ്യാം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ചില സാങ്കേതിക തടസ്സങ്ങളുള്ളത് കൊണ്ട് തലക്കെട്ടുകൾ കാണിക്കാനാകില്ല. ഏതായാലും CMന്റെ തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ജനനായകൻ. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ എന്താണ് പ്രചരണം ആയുധമാക്കേണ്ടത് എന്നത് കോൺഗ്രസിന് ഇപ്പോഴും അറിയില്ല. പല ഘട്ടത്തിൽ പല ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നെങ്കിലും അതിനൊന്നും ഒരു കഴമ്പില്ല എന്ന് പിന്നീട് പല ദിവസങ്ങളിലും തെളിയുന്ന ഒരു സാഹചര്യം. ഏറ്റവും ഒടുവിലായി പ്രതിപക്ഷം സർക്കാരിനെതിരെ പ്രചാരണ ആയുധമാക്കാൻ ഉപയോഗിച്ചത് ഭക്ഷ്യക്കിറ്റാണ്. കോവിഡ് കാലം മുതൽ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്ന, പാവപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസമായിരുന്ന ഈ കിറ്റ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവിന്റെ ഇടപെടലിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ കളവ് പറഞ്ഞുകൊണ്ട് കേരളത്തെ ജനങ്ങളുടെ അന്നമൊട്ടുക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്കെല്ലാം വ്യക്തമായ മറുപടി അക്കമിട്ട് എണ്ണി മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. സർക്കാരിന്റെ ഭക്ഷ്യക്കിറ്റ് വിതരണത്തെ ജനങ്ങൾക്ക് നൽകുന്ന സൗജന്യമായി ഇത് കാണരുത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട അവകാശമാണിത്. അന്നമുടക്കാനാണ് പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചതെന്നും പ്രതിപക്ഷമായി തന്നെ നിൽക്കണം, അതൊരു പ്രതികാരപക്ഷമാകരുതെന്നും മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് പറഞ്ഞു. ജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ നൽകുമ്പോൾ എന്തോ ഒരു സൗജന്യം നൽകുകയാണെന്ന് ധരിക്കാൻ പാടില്ല. ജനങ്ങൾക്ക് നൽകുന്നത് സൗജന്യമല്ല, അവരുടെ അവകാശം അത് നൽകുകയാണ് എന്നതാണ് നാം പൊതുവിൽ കാണേണ്ട നിലപാട്. ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതിന് ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ ഇതിന് ഇടങ്കോലിടാൻ പ്രതിപക്ഷം വല്ലാതെ ശ്രമിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷമായി തന്നെ നിൽക്കണം, അതൊരു പ്രതികാരപക്ഷമാകരുത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നുണ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് കേരളീയരുടെ അന്നം മുടക്കാനാണ് പ്രതിപക്ഷ നേതാവ് തയ്യാറായത്. ലോകം തന്നെ കോവിഡ് എന്ന മഹാമാരിക്ക് മുന്നിൽ പകച്ചു നിന്നപ്പോൾ പല ഘട്ടത്തിലും കേരളത്തിന്റെ പ്രവർത്തനം അത് കേരള മോഡൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. രാജ്യത്ത് വീണ്ടും കോവിഡ് വ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, അതിന്റെ സൂചനകളെല്ലാം പുറത്തുവരുന്ന ഒരു ഘട്ടമാണിത്. രാജ്യത്ത് കോവിഡ് വീണ്ടും വ്യാപിക്കുമ്പോഴും കേരളത്തിൽ ആ അവസ്ഥ നിലവിലില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുന്നത്. പരമാവധി പേർക്ക് വാക്സിൻ എത്തിക്കാനാണ് ശ്രമം. ദുരിതകാലത്ത് പട്ടിണി ഇല്ലാതെ കാക്കാൻ സർക്കാരിനായി എന്നും മുഖ്യമന്ത്രി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് രണ്ടാമതും നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും വലിയ തരംഗമായിട്ട് മാറുകയാണ്. അതാണെങ്കിൽ ആദ്യ തരംഗത്തേക്കാൾ കൂടുതൽ വ്യാപിക്കുന്ന സ്ഥിതി ചിലയിടങ്ങളിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ കേരളത്തിലിപ്പോൾ ആ അവസ്ഥയില്ല. പക്ഷെ രണ്ടാം ഭാഗം കേരളത്തെ പിടികൂടുന്നതിന് മുൻപ് തന്നെ പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. സംസ്ഥാനത്ത് നടത്തിയ സെറോ പ്രൂലൻസ് പഠനത്തിൻ്റെ ഫലങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സർവേ റിപ്പോർട്ട് പ്രകാരം 10.76% ആളുകൾക്ക് മാത്രമാണ് കേരളത്തിൽ കോവിഡ് വന്നിട്ടുള്ളത്. ഏകദേശം 90% ആളുകൾക്ക് കോവിഡ് ഇതേവരെ ബാധിച്ചിട്ടില്ല. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമായതുകൊണ്ടാണ് ഇത്തരമൊരു സാഹചര്യം
ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയതിനു ശേഷം കെ സുധാകരൻ വീണ്ടും വാർത്തകളിൽ ഇടം നേടുകയാണ്. അത് സ്ത്രീവിരുദ്ധ പരാമർശത്തിന്റെ പേരിലാണ്. പുരുഷന്മാരുടെ അത്രയും കഴിവില്ലാത്തവരാണ് സ്ത്രീകൾ എന്നാണ് കെ സുധാകരൻ പറയുന്നത്. സ്ത്രീകളായ ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കാനാകില്ല. സ്ത്രീകളായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത്. സ്ത്രീ തന്നെയാണ്. അവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ഒന്ന് ശബ്ദമുയർത്തിയാൽ അവർ നിശബ്ദരാകില്ലേ എന്നും കെ സുധാകരൻ ചോദിക്കുന്നു. പുരുഷൻ തന്നെ സ്ത്രീകൾക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സ്വന്തം സഹോദരിമാരോട് പോയി ചോദിക്കുക, അവർ പറയും. ഞങ്ങളൊക്കെ എത്രയോ ഞങ്ങളും കാണുന്നുണ്ടല്ലോ, ഞങ്ങളും കാണുന്നുണ്ട്. ഒരു ശബ്ദം ഉയർത്തിയാൽ പിന്നെ നിശബ്ദരാകുന്ന വനിതകളാണ് ഏറെയും. അപൂർവം വിരലെണ്ണാവുന്ന ചിലരുണ്ടാവാം. അപൂർവം, അത്യപൂർവം, അപൂർവമല്ല അത്യപൂർവം. മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഒരിക്കലും പരിചയമില്ലാത്തൊരു പ്രദേശത്ത്, ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത്, CPM-ന്റെ ഭൂരിപക്ഷ പ്രദേശത്ത് എവിടെ നിന്നെങ്കിലും വന്നൊരു സ്ത്രീ അവിടെ വന്നിട്ട് ധൈര്യവും വീരശൂരത്വവും കാണിക്കാൻ ആരെങ്കിലും നിൽക്കുമോ? വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് എം സന്തോഷാണ് ചേരുന്നത്. സന്തോഷ്, നമ്മൾ സഭയിലുണ്ടായ ഒരു സംഭവം കണ്ടതാണ്. KM ഷാജിക്കെതിരെ അന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ ടീച്ചർ രംഗത്തെത്തിയത്. ഒരു സ്ത്രീ ആയിരുന്നിട്ട് പോലും സ്ത്രീക്ക് എന്താ കുഴപ്പമെന്നാണ് ശൈലജ ടീച്ചർ അന്ന് പറഞ്ഞത്. ഇവിടെ കെ സുധാകരൻ പറയാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? ശൈലജ ടീച്ചർ അടക്കമുള്ള നിരവധി സ്ത്രീകൾ ഈ കോവിഡ് കാലത്ത് രക്ഷകരായി അല്ലെങ്കിൽ അവരുടെ കഴിവ് തെളിയിച്ച് രംഗത്തെത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ അവരുടെ പ്രവർത്തനങ്ങൾ താരതമ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് കെ സുധാകരൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത്. ഈ ഒരു സാഹചര്യം, ഇത്തരത്തിൽ അദ്ദേഹം പറയാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ജീന, കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് കെ സുധാകരൻ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത്. തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നതിനായി CPIM-ന്റെ കേന്ദ്രങ്ങളിൽ സ്ത്രീ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് കെ സുധാകരൻ പറഞ്ഞത്. ഇത്തരത്തിൽ സ്ത്രീകളെ നിയോഗിക്കുന്നത് അവർ ദുർബലർ ആയതുകൊണ്ടാണ്, എളുപ്പത്തിൽ സ്വാധീനിക്കാൻ കഴിയുന്നവർ ആയതുകൊണ്ടാണ്. പുരുഷന്മാരുടെ അത്രയും സ്ത്രീകൾക്ക് കഴിവില്ല. ഒന്ന് ശബ്ദമുയർത്തിയാൽ അവർക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും സുധാകരൻ ചോദിച്ചു. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീകളെ തിരഞ്ഞെടുപ്പ് ചുമതല കൃത്യമായി പുരുഷന്മാരുടെ അത്രയും കാര്യക്ഷമമായി തിരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കെ സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. സ്വാഭാവികമായും മാധ്യമപ്രവർത്തകർ ഇത് സ്ത്രീ വിരുദ്ധ പരാമർശമല്ലേ, വിവാദമാകില്ലേ എന്നുള്ള ചോദ്യം സുധാകരനോട് ചോദിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം തിരുത്താൻ തയ്യാറായിട്ടില്ല. തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അത്രയും കഴിവില്ല. പുരുഷൻ തന്നെയാണ്, സ്ത്രീ തന്നെയാണ് എന്നുള്ള കാര്യം കൃത്യമായും അത് തന്നെയാണ് നിലപാട് എന്നാണ് കെ സുധാകരൻ ആവർത്തിച്ചത്. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് ജോലികൾ കാര്യക്ഷമമായി അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ് സുധാകരൻ ഇപ്പോൾ അധിക്ഷേപിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായും തന്നെ അവരുടെ സ്ത്രീത്വത്തെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കഴിവിനെ വില കുറച്ച് കാണുന്ന തരത്തിലാണ് KPCC വർക്കിംഗ് പ്രസിഡന്റും MP-യുമായ കെ സുധാകരന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണമായി തന്നെയാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. ജീന, ശരി, വ്യക്തമാണ്. സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അപമാനിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് കെ സുധാകരന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF ബഹുദൂരം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി പലയിടങ്ങളിലും പ്രചാരണം നടത്തുകയാണ്. പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം തകൃതിയായി നടക്കുമ്പോൾ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ടും തലസ്ഥാന ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുക്കുകയാണ്. സീതാറാം യെച്ചൂരി കാട്ടാക്കട, വാമനപുരം മണ്ഡലങ്ങളിലും ബൃന്ദ കാരാട്ട് പാറശാല, നെടുമങ്ങാട്, ചിറിയൻകീഴ്, വർക്കല മണ്ഡലത്തിലെയും പ്രചാരണ പരിപാടികളിലാണ് സംസാരിക്കുക. തോപ്പിൽ ഓഡിറ്റോറിയത്തിലും സംസാരിക്കും. പൗരത്വ നിയമത്തിന് പിന്നാലെ ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കുമെന്ന് ആവർത്തിച്ച BJP. രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. എല്ലാ സംസ്ഥാനങ്ങളോടും പെട്രോൾ നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. Common civil code. This is mentioned in our election manifesto. At the appropriate time, by taking in the confidence of all communities, we can move forward. No, but we are trying to get a majority here. We are trying. Whatever happen in future, we will look into that. Gold smuggling scam में ED के द्वारा जो इन्वेस्टिगेशन हो रही है, उसके खिलाफ जुडिशियल इंक्वायरी सेटअप करने का डिसीजन यहाँ की कैबिनेट ने लिया है. This is very unfortunate. It means this government is challenging the federal structure of the constitution. This is 100% unconstitutional. पेट्रोल डीजल की प्राइसेस को कम करने के लिए स्टेट गवर्नमेंट से भी हम लोगों ने रिक्वेस्ट की है कि वो अपनी ड्यूटीज को कम करें.
ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്ത് വീണ്ടും കോവിഡ് കേസുകൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. ആശങ്കയായി കോവിഡ് കേസുകൾ അതിവേഗം വർദ്ധിക്കുകയാണ്. രാജ്യത്ത് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62,714 പുതിയ കോവിഡ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 28,739 പേർ രോഗമുക്തരായപ്പോൾ 312 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 60,000-ത്തിലധികം പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 1,19,71,624 ആയി. രാജ്യത്ത് കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം 6 കോടി കവിഞ്ഞിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ 35,726 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 166 പേർ കൂടി ശനിയാഴ്ച മരിച്ചതോടെ ആകെ മരണം 54,073 ആയിരിക്കുകയാണ്. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യയാണ് ഇന്ന് രേഖപ്പെടുത്തിയത്. തലസ്ഥാനമായ മുംബൈയിൽ ഇന്ന് 6,130 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന കണക്കാണിത്. അതിനിടെ കോവിഡ് കേസുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച രാത്രികാല കർഫ്യൂ നാളെ രാത്രി മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഷോപ്പിംഗ് മാളുകൾ അടക്കമുള്ളവ രാത്രി 8 മുതൽ രാവിലെ 7 വരെ അടച്ചിടണമെന്നാണ് നിർദ്ദേശം. കോവിഡ് മാനദണ്ഡങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. മ്യാൻമറിൽ വീണ്ടും പട്ടാളത്തിന്റെ കൂട്ടക്കുരുതി. സൈനിക അട്ടിമറിക്കെതിരായി സമരം നടത്തിയ 114 പേരെ ഇന്നലെ സുരക്ഷാ സേന വെടിവെച്ചു കൊന്നു. 12ഓളം നഗരങ്ങളിലുണ്ടായ വെടിവയ്പിൽ നിരവധി കുട്ടികളും കൊല്ലപ്പെട്ടതായാണ് വിവരം. ഫെബ്രുവരിയിൽ ജനാധിപത്യ ഭരണകൂടത്തെ പട്ടാളം അട്ടിമറിച്ചതിനെതിരെ നടക്കുന്ന പ്രക്ഷോഭങ്ങൾക്കെതിരെ വ്യാപകമായ അക്രമമാണ് മ്യാൻമറിൽ നടക്കുന്നത്. കഴിഞ്ഞ 14-ാം തീയതിയും സൈന്യത്തിന്റെ വെടിവയ്പിൽ 90 പേർ മ്യാൻമറിൽ കൊല്ലപ്പെട്ടിരുന്നു. കേരളത്തിന്റെ ഇടതുപക്ഷ സർക്കാർ ഇതുവരെ നൽകിപ്പോയ ഭക്ഷ്യക്കിറ്റിൽ കേന്ദ്രത്തിന്റെ നയാ പൈസ ഇല്ലെന്നും കേന്ദ്ര സഹായം വട്ടപൂജ്യമാണെന്നും ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷം ഇടപെട്ട കിറ്റ് വിതരണം നിർത്തിയ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ഐസക്കിന്റെ പ്രതികരണം. കാണാം കൈരളി ന്യൂസ് പ്രത്യേക സാമ്പത്തിക പങ്ക്തി. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കോഴിക്കോട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പേരാമ്പ്രയിൽ സംസാരിക്കുന്നു. അതിലേക്ക് LDF നേതാക്കൾ എല്ലാ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും സംസാരിച്ചു കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വിശദമായൊരു പ്രസംഗത്തിലേക്കല്ല ഞാൻ കടക്കുന്നത്. 2016 കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് നമ്മുടെ നാടിന് വല്ലാത്തൊരു ദുഷ്പേര് സമ്പാദിച്ചു വെച്ചിരുന്നു. എല്ലാവരും അതിൽ അസ്വസ്ഥരായിരുന്നു. പ്രത്യേകിച്ച് നാടിൻ്റെ യശസ് തകർന്നു പോയത്. എല്ലാവരും ആഗ്രഹിച്ചത് ഈ യശസ് തിരിച്ചു പിടിക്കണം. അങ്ങനെയാണ് ഒരു മാറ്റം നമ്മുടെ കേരളത്തിൽ ആവശ്യമാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചുകൊണ്ട് LDFനെ അധികാരത്തിലെത്തുന്നത്. നമ്മുടെ നാടിൻ്റെ 2016 ശേഷമുള്ള കാലയളവെടുത്താൽ ഈ യശസ് തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ 2016 ശേഷം ഓരോ വർഷവും നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ നമ്പർ 1 കേരളം നിൽക്കുകയാണ്. ഏതൊരു ഭരണ മികവിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നീതി ആയോഗിൻ്റെ വിലയിരുത്തലുണ്ടായി. അതിലും കേരളമാണ് നമ്പർ 1 എന്നാണ് പറഞ്ഞത്. ആരോഗ്യരംഗത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുണ്ടായി.
ഇതേ നീതി ആയോഗ് തന്നെയാണ് സംസ്ഥാനങ്ങളെ പൊതുവിൽ വിലയിരുത്തിയത്. ഇന്ത്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് എന്ന് തന്നെയാണ് ആരോഗ്യ മേഖലയിൽ കണ്ടത്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കേരളമാണ് ഒന്നാമത് നിൽക്കുന്നത്. നമ്മുടെ സംസ്ഥാനങ്ങളെ വിലയിരുത്തുമ്പോൾ ക്രമസമാധാന പാലനം ഏറ്റവും ഭംഗിയായി നടക്കുന്നത് കേരളമാണ് എന്ന് രാജ്യവും വിവിധ ഏജൻസികളും വിലയിരുത്തുന്നു. ഏതാനും നാൾ മുൻപാണ് ഇന്ത്യ ടുഡേ കേരളത്തിൻ്റെ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞുകൊണ്ട് ക്രമസമാധാന പാലന കാര്യത്തിൽ 1ാം സ്ഥാനം നൽകിയത്. അപ്പോൾ നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന യശസ് നഷ്ടപ്പെട്ടു പോയ അവസ്ഥ പെട്ടെന്ന് തന്നെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ 2016 കേരളത്തിൽ നടന്ന ഒരാൾ 21 നടക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ്. അന്ന് പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ഇപ്പോൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ മനോഹരമായ റോഡുകൾ. 16 സ്കൂളുകൾ വല്ലാത്ത ശോചനീയാവസ്ഥ. ഇപ്പോൾ ഹൈടെക് സ്കൂള് ലോകോത്തര നിലവാരത്തിലേക്ക് സ്കൂൾ മാറുന്നു. ആരോഗ്യരംഗം ഇതേ രീതിയിൽ തന്നെ മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയെ ഇനിയും കൂടുതൽ ഉയരത്തിലേക്ക് എത്തിക്കുക എന്നതാണ് LDF പ്രകടന പത്രികയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടെ എല്ലാ ഇല്ലായ്മയും പരിഹരിച്ച് പുനഃസംഘടിപ്പിക്കപ്പെടാൻ പോകുന്നു. കേരളത്തെ ഒരു ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുമെന്നാണ് LDF പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഇപ്പോൾ കോവിഡിൻ്റെ രംഗമെടുത്താൽ കോവിഡ് രോഗം ബാധിക്കാത്തവർ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ്. 90% പേർക്ക് കോവിഡ് രോഗബാധ ഉണ്ടായിട്ടില്ല. നമ്മുടെ രോഗപ്രതിരോധ നിലയുടെ കരുത്താണത് കാണിക്കുന്നത്. ലോകമാകെ കേരളത്തെ അത്ഭുതാന്തരങ്ങളോടെ നോക്കുന്ന സ്ഥിതി വന്നു. കാരണം നമ്മുടെ നാട് ഇന്ന് ലോകത്ത് കോവിഡ് മരണനിരക്ക് ഏറ്റവും കുറഞ്ഞ നാടാണ്. ഈ നിലയിൽ ആരോഗ്യരംഗം മെച്ചപ്പെട്ടിരിക്കുന്നു. എല്ലാ ആശുപത്രികളും രോഗീ സൗഹൃദമായിരിക്കുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ആരോഗ്യമേഖലയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണം. നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങൾ ലോകോത്തര നിലവാരമുള്ള കേന്ദ്രങ്ങളാവണം എന്നാണ് LDF പ്രകടന പത്രികയിലൂടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ പ്രശ്നമാണ് തൊഴിൽ പ്രശ്നം. തൊഴിൽ പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള ശക്തമായ ഇടപെടൽ LDF
ഇപ്പോഴേ വാഗ്ദത്തം ചെയ്തു കഴിഞ്ഞു. LDF പ്രകടന പത്രിക വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് കേരളം തൊഴിൽ തേടി അലയുന്നൊരു സംസ്ഥാനമായി മാറില്ല. ഇവിടെ അഭ്യസ്തവിദ്യരായ ധാരാളം യുവതി യുവാക്കളുണ്ട്, തൊഴിൽ ആഗ്രഹിക്കുന്നവരുണ്ട്. എല്ലാവർക്കും തൊഴിൽ ലഭിക്കുന്ന നില. ഇക്കാര്യത്തിൽ LDF സർക്കാർ തന്നെ വ്യാപകമായ പദ്ധതികളാണ് തയ്യാറാക്കിയിരുന്നത്. നമ്മുടെ നാട്ടിൽ തൊഴിലെന്ന് പറയുന്നത് എല്ലാ മേഖലയിലൂടെയുള്ള തൊഴിലാണ്. ഇപ്പൊ കാർഷിക രംഗം വലിയ തോതിൽ തൊഴിൽ സാധ്യതയുള്ള മേഖലയാണ്. ഇപ്പോൾ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ കാർഷിക രംഗമാകെ മാറുകയാണ്. കൃഷിയിടം, അതിൻ്റെ വിസ്തീർണം കൂടി, കാർഷികോൽപ്പന്നങ്ങൾ അതിൻ്റെ വലിയ തോതിലുള്ള വർധനവ് നമുക്കുണ്ടാക്കാൻ കഴിയും. കാർഷികോൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന പരിപാടി. ഇപ്പോൾ പച്ചക്കറി സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ നീങ്ങുന്നു. കേരളത്തിലെ പാലുൽപാദനം സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു. മുട്ടയും സ്വയം പര്യാപ്തതയിലേക്ക് നീങ്ങുന്നു. ഇതെല്ലാം വ്യക്തിയുടെ, കുടുംബത്തിൻ്റെ, നാടിൻ്റെ വരുമാനമാണ് വർദ്ധിപ്പിക്കുക. ഇതിലൂടെ എല്ലാമുള്ള തൊഴിലവസരമുണ്ട്. വിപുലമായ തൊഴിലവസരമാണ് അതുകൊണ്ടുണ്ടാകുന്നത്. ഇപ്പോൾ ചെറുപ്പക്കാർ തന്നെ കാർഷിക വൃത്തിയിലേക്ക് മാറുന്നുണ്ട്. കേരളത്തിലെ തിരിച്ചെത്തിയ പ്രവാസികൾ വലിയ തോതിലാണ് കാർഷിക രംഗത്തേക്ക് മാറുന്നത്. ഈ തരത്തിൽ തൊഴിലവസരം കാർഷിക മേഖലയിലുണ്ട്. വ്യാവസായിക മേഖലയിൽ ഇപ്പോൾ തന്നെ വൻകിട ബഹുരാഷ്ട്ര കോർപ്പറേഷനുകൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായിരിക്കും. വലിയ കമ്പനികൾ മെഗാ പ്രോജക്റ്റ് ഇവിടെ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നു. ചിലർ വന്നു, മറ്റു ചിലർ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഗാ പ്രോജക്റ്റുകൾ എന്ന് പറയുമ്പോൾ 10,000-കൾക്കാണ് തൊഴിലവസരം ലഭ്യമാകുന്നത്. ഇതോടൊപ്പം LDF വാഗ്ദത്തം ചെയ്തിട്ടുള്ളത് അടുത്ത 5 വർഷം 10,000 കോടി രൂപയുടെ നിക്ഷേപമാണ്. അതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരമാണ് വർദ്ധിക്കാൻ പോകുന്നത്. നമ്മുടെ പരമ്പരാഗത വ്യവസായ മേഖല, അതിലെല്ലാം നല്ല രീതിയിലുള്ള തൊഴിൽ വർധനവുണ്ടാകും എന്നാണ് LDF ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇതോടൊപ്പം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം വ്യവസായങ്ങൾ, ഈ വ്യവസായങ്ങൾ വലിയ തോതിലാണ് വളരുന്നത്. ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് തൊഴിലവസരം ഉണ്ടാക്കിയിട്ടുള്ളത്. LDF അതിനെ കൂടുതൽ മുന്നോട്ട് നയിക്കുമെന്ന് പറയുന്നു. സ്വാഭാവികമായും ലക്ഷങ്ങൾക്ക് അതിലൂടെ തൊഴിലവസരം ഉറപ്പാക്കും. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തൊഴിൽ നൽകാനുള്ള ബാധ്യതയിലേക്ക് വരികയാണ്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജനസംഖ്യാനുപാതികമായി ഈ ഏപ്രിൽ മുതൽ തൊഴിൽ നൽകുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം എന്ന് സർക്കാർ നിശ്ചയിച്ചിട്ടുണ്ട്. 1005 പേർക്ക് തൊഴിൽ. എത്രയാണോ ജനസംഖ്യ അതിനാനുപാതികമായി തൊഴിൽ നൽകേണ്ടതായിട്ടുണ്ട്. അതൊരു പ്രയാസമുള്ള കാര്യമല്ല, നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്. ഇതോടൊപ്പം കോവിഡ് തുറന്നു തന്ന സാഹചര്യം, കോവിഡ് വന്നപ്പോൾ വലിയ കൂറ്റൻ കെട്ടിടങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്നില്ല.
ബി.ജെ.പി. കോൺഗ്രസ് കൂട്ടുകെട്ട് വെളിപ്പെടുത്തി മുല്ലപ്പള്ളി. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ച് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ ഉപദേശിച്ചതായി മുല്ലപ്പള്ളി. നമ്മുടെ പാരമ്പര്യം അതല്ലേ എന്ന് ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായി മുല്ലപ്പള്ളി. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വെച്ച് മുല്ലപ്പള്ളി മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയും ചെയ്തു. എങ്ങനെ ഫംഗ്ഷൻ ചെയ്യണം അതിനെക്കുറിച്ച് എനിക്കറിയാം. ഏജൻസികളെ കുറിച്ച് എനിക്കിപ്പോഴും നല്ല മതിപ്പാണ്. പക്ഷേ ആ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത്രയും വലിയ ആരോപണങ്ങൾ ആലോചിച്ച് നോക്കൂ. ആദ്യമായിട്ട് ചോദ്യം ചെയ്യേണ്ട മുഖ്യമന്ത്രിയല്ലേ? ഈ നിമിഷം വരെ ചോദ്യം ചെയ്തില്ല. സെക്രട്ടേറിയറ്റിൽ ഏറ്റവും പ്രധാനമായ റെക്കോർഡുകൾ സൂക്ഷിക്കുന്ന റെക്കോർഡ് റൂം അഗ്നിക്കിരയാക്കി. ഞാൻ അതിൽ ചില ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, വാട്ട് ഹാപ്പൻ ടു യു? ഇതായിരുന്നോ നിങ്ങളുടെ ഒരു മോഡസ് ഓപ്പറാൻഡി? അല്ലല്ലോ. നിങ്ങൾ ദ്രുതഗതിയിൽ ഡോക്യുമെൻ്റ് പിടിക്കും, ഉത്തരവാദപ്പെട്ട പോലെ കസ്റ്റഡിയിലെടുക്കും. കസ്റ്റഡി എടുത്ത് നിങ്ങൾ ചോദ്യം ചെയ്യില്ലേ? നമ്മുടെ പാരമ്പര്യം. ആർക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കില്ല. ഓൾവേസ് ഞാൻ എത്ര കാലമായി പറയുന്നു, ഐ കോൾ ഹിം ഫോർ എ ഡിബേറ്റ്, 1-to-1, face to face. It's ready. I will take on the challenge. കേരളത്തിൽ അരി വിതരണം മുടക്കിയതിനെയും ന്യായീകരിച്ച് മുല്ലപ്പള്ളി. പ്രതിപക്ഷ നേതാവ് ചെയ്തത് ശരിയായ പ്രവൃത്തിയെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. അരി നൽകുന്ന സർക്കാരിനെതിരെയും മുല്ലപ്പള്ളിയുടെ പരിഹാസം. അന്യന്റെ ചട്ടിയിൽ നിന്നും ആഹാരം കൈയിട്ട് വാരുന്നവരുടെ അന്നമാണ് പ്രതിപക്ഷ നേതാവ് മുടക്കിയത് എന്നാണ് ന്യായീകരണം. എന്താ പറയാ, കിറ്റ് കൊടുത്തു, പെൻഷൻ കൊടുത്തു. അദ്ദേഹം കളവ് പറഞ്ഞ സന്ദർഭം പറഞ്ഞാൽ ഞാൻ എൻ്റെ മറുപടി പറയാം. അങ്ങനെ വ്യംഗ്യമായിട്ട് പറയരുത്. മാന്യന്മാർ സംസാരിക്കുമ്പോൾ ദർക്കാർ സംസാരിക്കണം. അങ്ങനെ വളച്ചു കിട്ടി സംസാരിക്കരുത്. നേർക്ക് നേർ പറഞ്ഞാൽ ഉത്തരം പറയാം. പ്രതിപക്ഷ നേതാവിന് വേണ്ടി ഞാൻ ഉത്തരം പറയാം. ഇവിടെയാണ് ആരുടെ അന്നമാണ് മുടക്കിയിരിക്കുന്നത്. ഒടുതുണിക്ക് മറുതുണിയില്ലാത്ത ആളുകൾ, ദാരിദ്ര്യവും പട്ടിണിയും പരിവട്ടവുമായി ജീവിച്ച ആളുകൾ, അവരൊക്കെ തന്നെ രാജകീയമായിട്ട് ജീവിക്കുകയാണ് ഇവിടെ. അത് തുറന്നു കാട്ടിയാണോ തെറ്റ്? വിവരങ്ങളുമായി ലതീഷാണ് ഇപ്പോൾ ചേരുന്നത് കോഴിക്കോട് നിന്നും. ലതീഷ്, മുല്ലപ്പള്ളിയുടെ ശരീരഭാഷയിൽ തന്നെ ഒരു പരിഹാസം നിറഞ്ഞ ഒരു KPCC പ്രസിഡന്റ് നിരക്കാത്ത രീതിയിലുള്ള ഒരു പരിഹാസത്തോടെയാണ് അദ്ദേഹം സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു സംസാരം ഉണ്ടായത്. കോവിഡ് കാലത്ത് മുതൽ സർക്കാർ നൽകിക്കൊണ്ടിരുന്ന പാവപ്പെട്ടവർക്ക് അന്നമായിരുന്ന ഈ അന്നം മുടക്കിയത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ജീന, അരി വിതരണം മുടക്കിയതിനെ ന്യായീകരിച്ചുകൊണ്ടാണ് മുല്ലപ്പള്ളി ഇന്ന് വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ രംഗത്ത് വന്നത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ച നടപടിയെ അദ്ദേഹം പിന്തുണയ്ക്കുകയും ചെയ്തു. ആരുടെ അന്നമാണ് മുടക്കിയതെന്നാണ് മുല്ലപ്പള്ളി ചോദിക്കുന്നത്. അന്യന്റെ ചട്ടിയിൽ നിന്നും ആഹാരം കൈയിട്ട് വാരുന്നവരുടെ അന്നമാണ് പ്രതിപക്ഷ നേതാവ് മുടക്കിയത്. അതാണ് പ്രതിപക്ഷ നേതാവ് തുറന്നു കാണിച്ചത് എന്നാണ് KPCC അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുന്ന മുഖ്യമന്ത്രിയാണ് അന്നം മുടക്കിയത് എന്ന ഒരു വിചിത്ര വാദം കൂടി അദ്ദേഹം ഈ അരി വിതരണം മുടക്കിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടായി ഇന്ന് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വെളിപ്പെടുത്തുന്ന ഒരു നിലപാട് കൂടി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ താൻ ഉപദേശിച്ചിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. നമ്മുടെ പാരമ്പര്യം അതല്ലേ എന്ന് ഉദ്യോഗസ്ഥരോട് ചോദിച്ചുവെന്നും മുല്ലപ്പള്ളി പറയുന്നു. വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള UDF-ഉം അതേപോലെ തന്നെ BJP-യും ഒത്തുകളിക്കുന്നു എന്ന CPIM-ന്റെ ആരോപണം ശരിവെക്കുന്ന ഒരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചത്. ഒപ്പം അരി മുടക്കിയ പ്രതിപക്ഷ നേതാവിന്റെ നടപടിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് രംഗത്ത് വരികയും ചെയ്തു. ജീന, ലതീഷ്, തന്നെ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വെളിപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ ഉപദേശിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും അത് നമ്മൾ നേരത്തെ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ നിന്നും തന്നെ ഇക്കാര്യം വ്യക്തമാണ്. CPIM-ഉം നേരത്തെ ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസികളെ സംസ്ഥാന സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എല്ലാം ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPIM നേരത്തെ തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരുന്നു. ഇതിൽ BJP-യും കോൺഗ്രസും ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് ഇടപെടുന്നതെന്നാണ് CPIM നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. അതായത് കേരളത്തിൽ എത്തുമ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് വേണ്ടി വാദിക്കുന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. എന്നാൽ കേരളത്തിന് പുറത്ത് കേന്ദ്ര ഏജൻസികൾക്കെതിരായ നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥരെ താൻ വിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ നിലപാടെടുക്കണം എന്ന് താൻ തന്നെ പറഞ്ഞു എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നത്. സെക്രട്ടേറിയറ്റിലെ രേഖകൾ
അഗ്നിക്കിരയായതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇക്കാര്യത്തിൽ പറയുന്നത്. കാരണം അവിടെ നിന്ന് ഡോക്യുമെന്റുകൾ പിടിച്ചെടുക്കണ്ടേ, നടപടിയെടുക്കണ്ടേ എന്ന് താൻ ഉദ്യോഗസ്ഥരോട് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഇന്നിപ്പോൾ വെളിപ്പെടുത്തിയത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിരുന്നു നേരത്തെ UPA ഭരണകാലത്ത് മുല്ലപ്പള്ളി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചില ഉദ്യോഗസ്ഥരുമായെല്ലാം അദ്ദേഹത്തിന് നേരിട്ട് ബന്ധമുണ്ടാകാം എന്ന് തന്നെയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ജീന, ശരി, വ്യക്തമാണ്. AK ലതീഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതേസമയം സ്ത്രീ വിരുദ്ധ പരാമർശവുമായി K സുധാകരൻ രംഗത്ത്. പുരുഷന്മാരുടെ അത്രയും കഴിവില്ലാത്തവരാണ് സ്ത്രീകളായ ഉദ്യോഗസ്ഥർക്ക് തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കാനാകില്ല. സ്ത്രീകളായ ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത്. സ്ത്രീ തന്നെയാണ്. അവർക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നും ഒന്ന് ശബ്ദമുയർത്തിയാൽ അവർ നിശബ്ദരാകില്ലേ എന്നും K സുധാകരൻ. സ്ത്രീ തന്നെ, പുരുഷൻ തന്നെ. സ്ത്രീകൾക്ക് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയാം. നിങ്ങളെ സ്വന്തം സഹോദരിമാരോട് പോയി ചോദിക്കുക, അവർ പറയും. ഞങ്ങളും കാണുന്നുണ്ടല്ലോ, ഞങ്ങളും കാണുന്നുണ്ട്. ഒരു ശബ്ദം ഉയർത്തിയാൽ പിന്നെ നിശബ്ദരാകുന്ന വനിതകളാണ് ഏറെയും. അപൂർവം, വിരലിലെണ്ണാവുന്ന ചിലരുണ്ടാവാം. അപൂർവമല്ല, അത്യപൂർവം. മഹാഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ഒരിക്കലും പരിചയമില്ലാത്തൊരു പ്രദേശത്ത്, ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത്, CPM-ന്റെ ഭൂരിപക്ഷ പ്രദേശത്ത് എവിടെ നിന്നെങ്കിലും വന്നൊരു സ്ത്രീ അവിടെ വന്നിട്ട് ധൈര്യവും വീരശൂരത്വവും കാണിക്കാൻ ആരെങ്കിലും നിൽക്കുമോ? വിവരങ്ങളുമായി M സന്തോഷാണ് ചേരുന്നത് കണ്ണൂരിൽ നിന്നും. സന്തോഷ്, സ്ത്രീകളെ ഒന്നടങ്കം വിമർശിക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമ്പോൾ ഇതിനെതിരെയുള്ള പ്രതിഷേധം എങ്ങനെ വരുന്നു? ജീന, കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സുധാകരൻ സ്ത്രീ വിരുദ്ധ പരാമർശം നടത്തിയത്. ഈ സ്ത്രീകൾക്ക് തിരഞ്ഞെടുപ്പ് ജോലി കാര്യക്ഷമമായി ചെയ്യാൻ കഴിയില്ല. സ്ത്രീ ഉദ്യോഗസ്ഥർക്ക് തിരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തുകളിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നേരിടാൻ കഴിയില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുധാകരൻ പറഞ്ഞത്. സ്ത്രീ എപ്പോഴും സ്ത്രീ തന്നെയാണ്. അതിൽ വിരലിലെണ്ണാവുന്ന 1-2 സ്ത്രീകൾ മാത്രമേ വ്യത്യാസപ്പെട്ടവരുള്ളൂ. ബാക്കി എല്ലാവരും ഒരു ശബ്ദം ഉയർത്തിയാൽ നിശബ്ദരായി പോകുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ തിരഞ്ഞെടുപ്പ് ചുമതലകൾ കാര്യക്ഷമമായി നിർവഹിക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞിട്ടുള്ളത്. അതായത് LDF-ന്റെ സ്വാധീന മേഖലകളിൽ സ്ത്രീ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് നിയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് സുധാകരൻ പറഞ്ഞത്. ഇത്തരത്തിൽ CPIM-നെല്ലാം സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് ചുമതലയ്ക്ക് എത്തുന്ന സ്ത്രീകൾ അവർക്ക് പ്രതികരിക്കാൻ ശേഷിയില്ലാത്തവരാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ അവർക്ക് കഴിയില്ലെന്നും K സുധാകരൻ പറയുന്നുണ്ട്. ഏതായാലും സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കം അധിക്ഷേപിക്കുന്ന തരത്തിൽ അവർ ദുർബലരാണ് എന്നുള്ള തരത്തിലാണ് KPCC വർക്കിംഗ് പ്രസിഡന്റായ K സുധാകരൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഈ പ്രതികരണത്തിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ഇത് സ്ത്രീ വിരുദ്ധ പരാമർശമല്ലേ, ഇത് വിവാദമാകില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ് ഈ സുധാകരൻ ചെയ്തത്. ഈ നിലപാട് തന്നെയാണ് ശരി, യാഥാർത്ഥ്യം അതുതന്നെയാണ്. അതുകൊണ്ട് അതിൽ വിവാദത്തിൻ്റെ ഒന്നും അടിസ്ഥാനമില്ല, സത്യമായ കാര്യമാണ് ഞാൻ പറയുന്നത് എന്നായിരുന്നു സുധാകരൻ്റെ പ്രതികരണം. ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ സുധാകരൻ്റെ പരാമർശം വന്നതോടുകൂടി ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ശരി സന്തോഷ്. K സുധാകരൻ പറഞ്ഞിരിക്കുന്നത് സ്ത്രീ എന്നും സ്ത്രീ തന്നെയാണ്. സ്ത്രീകളെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കരുത് എന്നാണ്. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും സന്തോഷ് നൽകിയത്. പൗരത്വ നിയമത്തിന് പിന്നാലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് ആവർത്തിച്ച് BJP. രാജ്യസഭയിൽ ഭൂരിപക്ഷം ലഭിച്ചാൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. എല്ലാ സംസ്ഥാനങ്ങളോടും പെട്രോൾ നികുതി കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും രാജ്നാഥ് സിംഗ് തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. This is mentioned in our election manifesto. At the appropriate time, by taking in the confidence of all communities, we can move forward. No, but we are trying to get a majority here. We are trying. Whatever happen in future, we will look into that. Gold smuggling scam में ED के द्वारा जो इन्वेस्टिगेशन हो रही है, उसके खिलाफ जुडिशियल इंक्वायरी सेटअप करने का डिसीजन यहाँ की कैबिनेट ने लिया है. This is very unfortunate. It means this government is challenging the federal structure of the constitution. This is 100% unconstitutional. पेट्रोल डीजल की प्राइसेस को कम करने के लिए स्टेट गवर्नमेंट से भी हम लोगों ने रिक्वेस्ट की है कि वो अपनी ड्यूटीज को कम करें. മൊഴി എന്ന പേരിൽ അന്വേഷണ ഏജൻസികൾ പ്രചരിപ്പിക്കുന്നത് ശുദ്ധ തോന്നിവാസമാണെന്ന് സ്പീക്കർ P. ശ്രീരാമകൃഷ്ണൻ. തെരഞ്ഞെടുപ്പ് കാലത്ത് നുണയുടെ പെരുമഴ തീർക്കാനാണ് ഏജൻസികളുടെ ശ്രമം. ഏജൻസികളുടെ നടപടി ജനാധിപത്യ രാഷ്ട്രത്തിന് ചേരാത്തതാണെന്നും ഇതിനെ എല്ലാ രീതിയിലും നേരിടുമെന്ന് ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്കിൽ കുറിച്ച്. വിവരങ്ങളുമായി ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും സിദ്ധാർത്ഥാണ് ചേരുന്നത്. സിദ്ധാർത്ഥ, നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് എതിരെ അടക്കം സർക്കാർ രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പ്രതികൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന തരത്തിലുള്ള മൊഴികൾ കൊണ്ട് പൊക്കിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ്. ഇപ്പോൾ സ്പീക്കർ ശ്രീരാമകൃഷ്ണന്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
ജീന, അതായത് നമ്മൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ അനലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എന്തായാലും ഏത് തരത്തിലൊക്കെ തന്നെയാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ LDF സർക്കാരിനെതിരെയും സ്പീക്കർ P. ശ്രീരാമകൃഷ്ണനെ വ്യക്തിപരമായും ആക്രമിക്കുന്ന തരത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഈ ഒരു വർഷക്കാലം വാർത്തകൾ ചമച്ചതും വാർത്തകൾ മാധ്യമപ്രവർത്തകർക്ക് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നൊരു സാഹചര്യം. അതായത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മൊഴി എന്ന രൂപത്തിൽ പല വാർത്തകൾ പടച്ചുവിടുന്നു, അത് മാധ്യമപ്രവർത്തകർക്ക് വാർത്തയായി നൽകുന്നു, അത് വാട്സപ്പിലൂടെ അയച്ചു കൊടുക്കുന്നു. മാധ്യമപ്രവർത്തകർ അതായത് വലതുപക്ഷ അജണ്ടയുള്ള മാധ്യമപ്രവർത്തകർ അത് അവരവരുടെ ചാനലുകളിൽ വാർത്തയായി നൽകുന്നു എന്ന തരത്തിലാണ് ഈ ഒരു വർഷക്കാലം നമ്മുടെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട മൊഴി രൂപങ്ങളെല്ലാം അത്തരത്തിലുള്ള വാർത്തകളെല്ലാം മുമ്പോട്ട് കൊണ്ടുപോയത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ. കൃത്യമായി നമുക്കറിയാം, LDF സർക്കാരിനെ ആക്രമിക്കാൻ, കേരളത്തിൽ നിലവിലുള്ള LDF സർക്കാരിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗമായി വലിയ തരത്തിലുള്ള ആക്രമണം ഈ ഒരു വർഷക്കാലം റെയ്ഡിൻ്റെ രൂപത്തിൽ, പരിശോധനകളുടെ രൂപത്തിൽ, മറ്റ് അനവധി വാർത്തകൾ പടച്ചുവിടുന്ന രൂപത്തിൽ ഇടപെട്ട് പോയിരുന്നു. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ഇടപെട്ടുകൊണ്ട് അത്തരത്തിൽ വാർത്തകൾ പടച്ചുവിട്ടുകൊണ്ട് ഇടപെട്ട് പോയിരുന്നു. ഇന്ന് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയുടെ ഒരു മൊഴി എന്നുള്ള നിലയ്ക്ക് ഒരു വാർത്ത പുറത്തു വന്നിരുന്നു. അത് മറ്റു മാധ്യമങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. എന്നാൽ അതിനെതിരായ ഒരു പ്രതികരണമാണ് P. ശ്രീരാമകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റായി കുറിച്ചത്. അതായത് മൊഴി എന്ന രൂപത്തിൽ എന്ത് തോന്നിവാസവും എഴുതി പിടിപ്പിക്കാമെന്ന തരത്തിൽ അന്വേഷണ ഏജൻസികൾ തരം താഴുന്നത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യത്തിന് ഭൂഷണമല്ല എന്ന നിലയ്ക്കാണ് P. ശ്രീരാമകൃഷ്ണൻ തൻ്റെ ദീർഘമായ ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. ഒപ്പം തന്നെ കള്ളക്കടത്ത് കേസുകൾ സ്വന്തം പാർട്ടിയിൽ ചെന്ന് മുട്ടി നിൽക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ സർക്കാരിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും സ്പീക്കറിനുമെതിരെ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തിൽ മൊഴികളുണ്ടാക്കി വ്യക്തിഹത്യ നടത്താനുള്ള പുറപ്പാട് അംഗീകരിക്കാനാവില്ല. അത് ഏത് തരത്തിലും എല്ലാ തരത്തിലും നേരിടും എന്നുള്ള പ്രഖ്യാപനമാണ് P. ശ്രീരാമകൃഷ്ണൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തുന്നത്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അന്വേഷണ ഏജൻസികൾ കൊടുത്തതെന്ന മട്ടിൽ വ്യാജ പ്രചരണങ്ങൾ പടച്ചുവിടുകയാണ്. അതായത് നമുക്കറിയാം, അന്വേഷണ ഏജൻസികൾ നേരിട്ട് വാട്സപ്പിലൂടെ വാർത്തകൾ പടച്ചുണ്ടാക്കി അത് വാട്സപ്പിലൂടെ മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുന്ന ശൈലി നമ്മൾ ഇതുവരെ ഇന്ത്യയിൽ എവിടെയും കാണാത്ത വിധത്തിലാണ് അത്തരത്തിൽ അന്വേഷണ ഏജൻസികൾ ഇടപെട്ടു പോയത്. അത്തരത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും നേതാക്കളെയും പ്രവർത്തകരെയും താറടിച്ച് കാണിക്കാനുള്ള കേന്ദ്ര ഏജൻസികളുടെ ശ്രമം കേരള സമൂഹം തിരിച്ചറിയുമെന്നും ശ്രീരാമകൃഷ്ണൻ സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ നമുക്കറിയാം, എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സർക്കാരിനെ ഇത്ര വലിയ തരത്തിൽ ഈ ഒരു വർഷക്കാലം കേന്ദ്ര ഏജൻസികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാർ നേരിട്ട് ആക്രമിക്കുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്ന് നമുക്കറിയാം. വിപ്ലവകരമായ മാറ്റങ്ങളാണ് കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ നടത്തിപ്പോയിട്ടുള്ളത്. കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതി ഉണ്ടാക്കുന്നു. ഒപ്പം തന്നെ മറ്റനവധി നമുക്കറിയാം, K-Phone പോലുള്ള വലിയ ജനപ്രിയ പദ്ധതികൾ, ലോകം ഇതുവരെ കാണാത്ത വിധത്തിലുള്ള വികസന പദ്ധതികളാണ്. അത്തരത്തിലുള്ളൊരു രൂപരേഖയാണ് LDF സർക്കാർ ഈ 5 വർഷം കൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. എന്നാൽ ഇത്തരത്തിലുള്ള കേരളത്തിൻ്റെ അഭിമാന പദ്ധതികളെ താറടിക്കാൻ, അതിനെ ആക്രമിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ്. അത്തരത്തിലുള്ളൊരു പണിയെടുക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന ഒറ്റ അജണ്ട വെച്ചുകൊണ്ടാണ് ഈ ഒരു വർഷക്കാലം കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചത് എന്നും ശ്രീരാമകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നാടനുഭവിച്ച തീക്ഷണമായ പ്രതിസന്ധികളിൽ ജനങ്ങൾക്ക് താങ്ങും തണലും സുരക്ഷയും ഒരുക്കി അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കാളിയായ സർക്കാരിനും ജനപ്രതിനിധികൾക്കും ജനങ്ങൾ നൽകുന്ന പിന്തുണ ഇത്തരം കുൽസിത ശ്രമങ്ങൾ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയുമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്നും P. ശ്രീരാമകൃഷ്ണൻ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ സ്വപ്നയുടെ മൊഴി പുറത്തു വന്ന ഘട്ടത്തിൽ ഇപ്പോൾ നിയമ നടപടി വരെ സർക്കാർ എടുത്തിരിക്കുന്ന ഒരു സാഹചര്യം. മുഖ്യമന്ത്രിക്കെതിരെ മൊഴി നൽകാൻ കേന്ദ്ര ഏജൻസി നിർബന്ധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം നിയമ നടപടിക്ക് സർക്കാർ ഒരുങ്ങുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ പ്രതിപക്ഷമാണെങ്കിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉണ്ടാക്കി പൊതുജനങ്ങൾക്ക് നൽകുന്ന കിറ്റ് വരെ നിർത്തലാക്കി ഇത്തരത്തിലുള്ള ഒരു പ്രചാരണ ആയുധങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് എടുക്കുമ്പോൾ അതിന് അത്ര പോലും BJPക്ക് സാധിക്കുന്നില്ല. BJPയിൽ കേരളത്തിൽ അത്തരത്തിലൊരു നേതാക്കളില്ല, അവർക്ക് ഉന്നയിക്കാൻ വിഷയങ്ങളില്ല. അതുകൊണ്ട് കേന്ദ്രമാണ് BJP, രാജ്യം ഭരിക്കുന്ന BJP അവരുടെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടുവരുന്ന ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളി അത് അവസാനം വ്യക്തിഹത്യയിലേക്ക് കൂടി എത്തി നിൽക്കുകയാണല്ലേ? തീർച്ചയായും ഈ ഒരു വർഷക്കാലം തന്നെ ഇത്തരത്തിൽ ആക്രമണം നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രിക്കെതിരായും സ്പീക്കർക്കെതിരായും അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെതിരായും വ്യക്തിഹത്യയും വലിയ തരത്തിലുള്ള
ഒരു ഗൂഢമായ ഒരു പ്രചണ്ഡമായ ഒരു ആക്രമണമാണ് നടത്തിക്കൊണ്ട് പോയത് കേന്ദ്ര സർക്കാർ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട്. നമുക്കറിയാം തെരഞ്ഞെടുപ്പിൽ ഇതുവരെ വലിയ നേട്ടം BJPക്ക് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. അത് നമുക്കറിയാം കോൺഗ്രസിൻ്റെ സാഹചര്യവും അതുപോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ മുല്ലപ്പള്ളിയുടെ പ്രതികരണം നൽകിയിരുന്നു. അതായത് BJP കോൺഗ്രസിൻ്റെ കൂട്ടുകെട്ടിനെ വെളിപ്പെടുത്തുന്ന സാഹചര്യത്തിൽ, അതായത് കേന്ദ്ര ഏജൻസിയിലെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, ഇങ്ങനെയാണോ നിങ്ങളുടെ പ്രൊപ്പഗാൻഡ, ഇങ്ങനെയാണോ നിങ്ങളുടെ രീതി, ഇടപെടുന്ന രീതി, നമ്മുടെ പാരമ്പര്യം ഇതല്ല എന്ന് മുല്ലപ്പള്ളി ഉദ്യോഗസ്ഥരെ വിളിച്ച് സൂചിപ്പിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിലുള്ള ഒരു പ്രതികരണം നമ്മൾ ഇപ്പോൾ നമ്മുടെ ചാനലിൽ കൊടുത്തതാണ്. അത്തരത്തിൽ BJP കോൺഗ്രസ് കൂട്ടുകെട്ട് വലിയ തരത്തിൽ ഇടതുപക്ഷ സർക്കാരിനെ എങ്ങനെ താറടിക്കാം, എങ്ങനെ ജനവിരുദ്ധമാക്കി അവതരിപ്പിക്കാൻ കഴിയും, എങ്ങനെ താഴെ ഇറക്കാൻ കഴിയും, എങ്ങനെ തുടർഭരണം തടയാൻ വേണ്ടി കഴിയും എന്നുള്ള നിലയ്ക്കുള്ള ഇടപെടലുകളാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി പോയിട്ടുള്ളത് ഈ ഒരു വർഷം കൊണ്ട്. നമുക്കറിയാം വലിയ നേതാക്കളില്ലാത്തൊരു സാഹചര്യം, അതായത് തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിനർമാരായിട്ട് ആരും BJP കോൺഗ്രസ് കൂട്ടുകെട്ടിൻ്റെ ഭാഗത്തു നിന്ന് വലിയ ക്യാമ്പയിനർമാരായിട്ട് ആരും ഉയർന്നു വരാത്തൊരു സാഹചര്യം. അപ്പോൾ അവസാനത്തെ 18ാമത്തെ അടവ് എടുക്കുക എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചു പോരുകയായിരുന്നു ഒരു വർഷമായി പ്രതിപക്ഷം, അല്ലെങ്കിൽ കോൺഗ്രസ് BJP കൂട്ടുകെട്ട്. എന്നാൽ ഈ ഒരു വർഷം കൊണ്ട് നടത്തിയ റെയ്ഡുകൾ, പരിശോധനകൾ, നമുക്കറിയാം ഈ ഒരു വർഷം വലിയ തരത്തിലുള്ള വാർത്തകളാണ് ഇടതുപക്ഷ സർക്കാരിനെതിരെ ചമയ്ക്കാൻ വേണ്ടി കോൺഗ്രസ് BJP കൂട്ടുകെട്ടും വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ അതിലൊന്നും ഒരു തരത്തിലുള്ള വാസ്തവവും ഇല്ല എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കേരളം ഒരു തുടർഭരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ അവസാന ഘട്ടം അല്ലെങ്കിൽ അവസാനവട്ട ക്യാമ്പയിൻ എന്നുള്ള നിലയ്ക്കാണ് കേന്ദ്ര ഏജൻസികളുടെ അടുത്ത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി ഇത്തരത്തിലുള്ളൊരു മൊഴി നൽകി, അല്ലെങ്കിൽ അത്തരത്തിൽ അവർക്ക് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവാം, അത്തരത്തിലൊരു വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾ ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ, ഇടതുപക്ഷ സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ഇടതുപക്ഷ നേതാക്കന്മാർക്കെതിരെ വലിയ തരത്തിലുള്ളൊരു മൊഴി പുറത്ത് നൽകിയാൽ, അല്ലെങ്കിൽ അത്തരത്തിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് മൊഴി നൽകിയാൽ അവരെ മാപ്പുസാക്ഷിയാക്കി മാറ്റാം എന്നുള്ള നിലയ്ക്കുള്ള വാഗ്ദാനം ഈ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികൾക്ക് ലഭിച്ചിരുന്നു എന്നുള്ള നിലയ്ക്കുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനവട്ട പ്രചരണം എന്നുള്ള നിലയ്ക്ക്, ഏറ്റവും അവസാനവട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ ഈ ഇത്തരത്തിലുള്ളൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ ഈ കേരളത്തിൻ്റെ വാർത്താ പരിസരത്തിൽ നിറയ്ക്കാൻ വേണ്ടി കേന്ദ്ര അന്വേഷണ ഏജൻസിയും വലതുപക്ഷ മാധ്യമങ്ങളും ഗൂഢമായി ശ്രമിച്ചുകൊണ്ടിരുന്ന അത്തരത്തിലുള്ളൊരു വാർത്ത അത് അവസാനവട്ട പ്രചാരണമായി തന്നെ വായിക്കണം എന്നുള്ള നിലയ്ക്ക് കൂടിയാണ് പി ശ്രീരാമകൃഷ്ണൻ. ശരി, വ്യക്തമാണ് സിദ്ധാർത്ഥ. ഏതായാലും കഴിഞ്ഞ ഒരു വർഷമായി സർക്കാരിനെ വേട്ടയാടുന്നത് BJP കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചാണ്. അത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അത് കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. അവസാനം എന്തും പറയാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണ ഏജൻസികൾ എത്തുമ്പോൾ അത് ജനാധിപത്യ രാജ്യത്തിന് ഒട്ടും ഭൂഷണമല്ല എന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ പറയുകയാണ്. വിവരങ്ങളാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും സിദ്ധാർത്ഥ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുമ്പോൾ കാർഷിക മേഖലയ്ക്ക് കുതിപ്പ് പകരാൻ പദ്ധതികളുമായി ധർമ്മടം മണ്ഡലത്തിൽ LDFന്റെ പ്രകടന പത്രിക. വിദ്യാഭ്യാസ വിനോദസഞ്ചാര മേഖലയ്ക്കും ഊന്നൽ നൽകുന്ന പത്രിക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വയ്ക്കുന്നതാണ്. വിവിധ മേഖലകളിലെ വിദഗ്ധരുടെയും പൊതുജനങ്ങളുടെയും അഭിപ്രായം സ്വരൂപിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത്. കഴിഞ്ഞ 5 വർഷം വൻ വികസന മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിച്ച പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന ധർമ്മടം വികസന തുടർച്ചയ്ക്ക് പുതിയ പദ്ധതികൾ വാഗ്ദാനം ചെയ്യുന്നതാണ് LDF പുറത്തിറക്കിയ പ്രകടന പത്രിക. മണ്ഡലത്തിൽ കാർഷിക ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. കാർഷിക മേഖലയിൽ ഗ്രാമപഞ്ചായത്ത് സഹകരണത്തോടെ പദ്ധതികൾ ആവിഷ്കരിക്കും. പുഴ സംരക്ഷണത്തിനും കരയിടിച്ചിലിനും പരിഹാരം കാണും. ജൈവവള നിർമ്മാണ യൂണിറ്റ്, വേങ്ങാട് സീഡ് ഫാമിൽ കാർഷിക പോളിടെക്നിക്, ആയുർവേദ സസ്യകൃഷി പ്രോത്സാഹനം, കൊഞ്ച്, ഞണ്ട്, കല്ലുമ്മക്കായ കൃഷി പ്രോത്സാഹനം, കരിമീൻ കൃഷി വ്യാപനം, വേങ്ങാട് ഗ്ലോബൽ ഡയറി വില്ലേജ് തുടങ്ങി കാർഷിക മേഖലയിൽ വൻ മുന്നേറ്റം ലക്ഷ്യമിടുന്നതാണ് പ്രകടന പത്രിക. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ മണ്ഡലത്തിൽ 1500 കോടിയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയതായി LDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുഖ്യമന്ത്രി മത്സരിക്കുന്ന ധർമ്മടം മണ്ഡലത്തിന്റെ വികസനവും മണ്ഡലത്തിലെ ജനങ്ങളുടെ ക്ഷേമവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇവിടെ ഇപ്പോൾ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ഇത് വാഗ്ദാനങ്ങളായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന കേവലം ഒരു രേഖയല്ല, നടപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ ഉൾക്കൊള്ളുന്ന ഒരു രേഖയാണ്. എഡ്യൂക്കേഷൻ ഹബ്ബ് പൂർത്തിയാക്കും. ടെക്സ്റ്റൈൽ പാർക്ക്, പുഴയോര ടൂറിസം വികസനം തുടങ്ങിയ പദ്ധതികളും പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്യുന്നു.
വനിതകളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ കുടുംബശ്രീയുമായി ചേർന്ന് മൈക്രോ സംരംഭങ്ങൾ തുടങ്ങും. ആരോഗ്യമേഖലയിൽ പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കും. ത്രിതല പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ വയോജന പരിപാലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കും. പ്രകടന പത്രികയുടെ പ്രകാശനം കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. KK രാഗേഷ് MP, LDF ധർമ്മടം മണ്ഡലം സെക്രട്ടറി K ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കണ്ണൂർ.